അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ ദീനിയാത്ത്, അഖ്ലാഖ്, അതുപോലെ ഇംലാ, പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കേട്ടെഴുത്ത് പരീക്ഷയ്ക്ക് വരുന്ന ദുറൂസിൽ നിന്നും, അതുപോലെ തന്നെ തഫ്ഹീം 1-2 ഭാഗങ്ങളിൽ നിന്നും ചോദിക്കുന്ന പദങ്ങൾ, ഇതൊക്കെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ആദ്യത്തെ പ്രവർത്തനം ഉത്തരം പറയാം. ഓരോ ചോദ്യത്തിനും ഉത്തരം പറയണം. ഇത് ഉസ്താദ് ചോദിക്കാറാണ് പതിവ്. അത് കുട്ടികൾ മറുപടി പറഞ്ഞാൽ മാത്രം മതി, വായിക്കേണ്ടതില്ല. അതായത് ഈ വരി വായിക്കേണ്ടതില്ല, മറിച്ച് ഉസ്താദ് ഇത് ചോദിക്കും, അതിനുള്ള കറക്റ്റ് ആൻസർ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് മാർക്കിടുക. 1. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവി. അത് നമുക്കറിയാം. ആമിന ബീവി പിതാവിൻ്റെ പേര് പറയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ പേര് ആമിന ബീവി. ഇനി പിതാവിൻ്റെ പേര് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിതാവിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. എന്താണ്? അബ്ദുള്ള. അതാണ് പിതാവിൻ്റെ പേര്. അതിന് 10 മാർക്കുണ്ട് കേട്ടോ. ഇതൊരു മോഡലാണ്. ഇതന്നെയാണ് വരണമെന്നില്ല. വേറെ കുറേ ചോദ്യങ്ങൾ വരാം. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ അതിൻ്റെ ലിങ്ക് ഞാൻ വിട്ടുതരാം. കുറേ ചോദ്യങ്ങളുള്ള കുറേ പേപ്പറുകളുണ്ട്. 2. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. അത് നമുക്കറിയാം അല്ലേ? നബി തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. വഫാത്തായത് എവിടെ? വഫാത്തായി എവിടെ? അപ്പോൾ വഫാത്തായ സ്ഥലം മാത്രം പറഞ്ഞാൽ മതി. മദീന അല്ലേ? മദീനയിൽ വഫാത്തായി. മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായി. ഇനി ചോദ്യം 3. അതിനും 10 മാർക്കാണ് കേട്ടോ. ചോദ്യം 3. ചീത്ത കൂട്ടുകാരോട് നാം സഹവസിക്കരുത്. നാം സഹവസിക്കണം. ആരോട്? ചീത്ത കൂട്ടുകാരോട് നാം സഹവസിക്കരുത്. നാം സഹവസിക്കേണ്ടത് ആരോടാണ്? അതെ, നല്ല കൂട്ടുകാരോട്. അതാണ് അതിൻ്റെ ഉത്തരം. നല്ല കൂട്ടുകാരോട്. അതിനും 10 മാർക്കുണ്ട് കേട്ടോ. ഇനി 4. നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അത് നമുക്കറിയാം. ആരാധനയ്ക്ക് അർഹൻ ആരാണ്? നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. എന്നാൽ ആരാധനയ്ക്ക് അർഹൻ ആരാണ്? അതും അള്ളാഹു തന്നെയാണ്. അള്ളാഹു എന്ന് മറുപടി പറഞ്ഞാൽ മതി. അതിനും 10 മാർക്ക് ലഭിക്കും. ഇനി 5-ാമത്തെ ചോദ്യം. നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം പറയണം എന്ത്? നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. നമ്മൾ പറയാറില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് മാത്രം പറഞ്ഞാൽ 10 മാർക്ക് ലഭിക്കും. അങ്ങനെ ഇതിൽ നിന്ന് 50 മാർക്ക്. ദീനിയാത്ത്, അഖ്ലാഖിൽ നിന്ന് നമുക്ക് 50 മാർക്ക് ലഭിച്ചു. ഇനി അടുത്തത് പിന്നീട് ചോദിക്കുന്നത് ഇതാണ്. ഇത് കേട്ടെഴുത്താണ് കേട്ടോ. ഇത് ചോദ്യം ചോദിക്കലായിരിക്കും. ഇത് കേട്ടെഴുത്തായിട്ട് പിന്നീട് നടത്തുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നടത്തുക എന്ന് പറയാം. ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇത് 2 വിഷയങ്ങളടങ്ങുന്ന ചോദ്യങ്ങളാണുള്ളത്. തഫ്ഹീമു തിലാവ, അത് 1ഉം 2ഉം ഉൾപ്പെടും. 1ഉം 2ഉം ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് തഫ്ഹീമു തിലാവ പരീക്ഷ, കേട്ടെഴുത്ത് കേട്ടോ. അതുപോലെ തന്നെ ദുറൂസ് അറബി മലയാളം, അത് പിന്നെ ഒറ്റ വിഷയം, അതൊരു പാട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് തഫ്ഹീമിന് 1ഉം 2ഉം ബുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ദുറൂസ് അറബി മലയാളത്തിന് ഒരു ബുക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. കുറച്ച് ചോദ്യങ്ങൾ ദുറൂസ് അറബി മലയാളത്തിൽ നിന്നും, കുറച്ച് ചോദ്യങ്ങൾ തഫ്ഹീമു തിലാവ 1ഉം 2ൽ നിന്നും. ഇപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള ഈ വരികൾ ഇത് തിലാവ, തഫ്ഹീമു തിലാവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ദുറൂസ് അറബി മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾ ദുറൂസ് അറബി മലയാളം. ഇതുപോലെ തന്നെ ആയിരിക്കും ഏകദേശം വരിക. പക്ഷേ ഈ പദങ്ങൾ തന്നെ വരണം എന്നില്ല. 1. ഇത് കേട്ടെഴുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ. 1-ാമത്തേത് ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ്. ഇവിടെ നമുക്കറിയാം സാധാരണ നമ്മൾ
ഊലു എന്ന് പറയാറില്ല, ഉലു എന്ന് തന്നെ പറയാറ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാം, ഇവിടെ ഉ എന്ന് എഴുതിയതിന് ശേഷം വാവ് കാണാം. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഉലുൽ അൽബാബ് എന്ന് എഴുതുമ്പോൾ ഇവിടെ വാവ് ഇടണം. വാവില്ലാതെ എഴുതാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഉലു എന്ന് നീട്ടൂല, ഉലുൽ അൽബാബ് പറയുമ്പോൾ നീട്ടൂല, പക്ഷേ എഴുത്തിൽ നീട്ടും. അപ്പോൾ ഇവിടെയും വാവുണ്ട് കേട്ടോ. അലിഫിന് ശേഷം വാവ് വരും, ലാമിന് ശേഷം വാവ് വരും, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്കറിയാം ഉലുൽ എന്ന് പറയുമ്പോൾ അലിഫ് ലാമ് വരും. ഉലുൽ കൂട്ടി ഓതുമ്പോൾ ഉലുൽ അൽബാബ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. കുട്ടികളെ കൊണ്ട് ഈ പറയുന്ന ഭാഗം, ഈ പദം എന്ത് ചെയ്യുക, നന്നായി എഴുതിപ്പിച്ച് വായിച്ച് പഠിപ്പിക്കുക. 2, ഇതൊക്കെ കുറച്ച് ടഫുള്ള ഭാഗങ്ങളാണ് കേട്ടോ. 2, ഫീ ദീനില്ലാഹി. ഇവിടെ ഫീ ദീനില്ലാഹി നീട്ടാനുള്ള ഭാഗങ്ങളൊന്നും മറക്കരുത്. ഫീ ദീനില്ലാഹി എവിടെയൊക്കെയാണ് നീട്ടുന്നത് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള അക്ഷരം കൊടുക്കുക. ഇവിടെ കെസറായതുകൊണ്ട് യാ കൊടുത്തു, ഇവിടെയും കെസറായതുകൊണ്ട് യാ കൊടുത്തു, ഉണ്ടല്ലേ? ഇതുപോലെ നീട്ടുന്ന അക്ഷരമാണ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് കെസറാണെങ്കിൽ അതിന് യോജിച്ച യാ, ലമ്മാണെങ്കിൽ അതിന് യോജിച്ച വാവ്, ഇനി ഫതഹാണെങ്കിലോ അതിന് യോജിച്ച അലിഫ്. അടുത്തത് 3, ജുമാദുൽ ഊല. ജുമാദുൽ ഊല ആണല്ലേ, ജുമാദുൽ ഊല. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ജുമാദൽ ഊല. ഇവിടെ 2 സ്ഥലങ്ങളിലും നീട്ടാനുണ്ട്, അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. അതുപോലെ 4-മത്തത് ഗൈബത്തത്തുൻ. ഗൈബത്തത്തുൻ അത് പറയുന്നതിനനുസരിച്ച് എഴുതണം. ഗൈനാണ് പറയുന്നത്, അപ്പോൾ ഗൈബത്തത്തുൻ എന്ന് പറയുമ്പോൾ പുള്ളിയുള്ള ഗൈനായിരിക്കണം എഴുതേണ്ടത്. അതുപോലെ തോ പറയുമ്പോൾ ത അല്ല തോ, അപ്പോൾ തോ തന്നെ എഴുതണം, ത എഴുതരുത്. ശരി ശ്രദ്ധിക്കട്ടോ. പിന്നെ അടുത്തത് ദുറൂസ് അറബി മലയാളമാണ്. ദുറൂസ് അറബി മലയാളത്തിൽ ഇവിടെ 3 പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് കൃഷി. കൃഷി എന്ന് എഴുതുമ്പോൾ ഇവിടെ നമുക്ക് കാണാം കൃ, ആ ശബ്ദം കാണാം, കൃ ഷി, പിന്നെ ഷീ എന്നുള്ളതാണ്. ഇത് നമ്മുടെ സാധാ അറബിയിലുള്ള ഷായല്ല, മറിച്ച് അറബി മലയാളത്തിലുള്ള ഷായാണ്. കൃഷി, കൃഷി. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റേ ഷായ എഴുതരുത് കേട്ടോ. 2, ആഘോഷം. ആഘോഷം ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ എന്താ, ഇവിടെ ഘ എന്നുള്ള അക്ഷരമുണ്ട്, ഘോ, ആഘോഷം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റ് കാണുന്ന അലിഫ്, അതിന് മുകളിൽ മദ്ദാണ് ഇടേണ്ടത് കേട്ടോ. അലിഫല്ല മദ്, കാരണം അവിടെ നീട്ടാനുണ്ട്. ആഘോഷം അങ്ങനെ നീട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 3-മത്തത് കഥ പറഞ്ഞു. കഥ പറഞ്ഞു. ഇവിടെ പറഞ്ഞു, ഇവിടെ ശ്രദ്ധുണ്ട്. പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഞാ എന്നതിൻ്റെ അക്ഷരത്തിൻ്റെ മുകളിൽ കാണാൻ നമുക്ക് ശ്രദ്ധ, ആ ശ്രദ്ധ ശ്രദ്ധിക്കുക. പിന്നെ കഥ അവിടെ പറയുമ്പോൾ ഇവിടെ തന് ശേഷം ഹ കൂട്ടി എഴുതിയിട്ടുണ്ട്. അത് വേറൊരു അക്ഷരമല്ല, അതൊറ്റ അക്ഷരമാണ്. ഥ, കഥ. അത് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ദുറൂസ് അറബി മലയാളത്തിലും അതുപോലെ തന്നെ തഫ്ഹീം 2-ാം ഭാഗത്തിലൊക്കെ കുറച്ച് ടഫായ പദങ്ങളൊക്കെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. അത് നല്ലവണ്ണം എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് എഴുതി വായിച്ച് പഠിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.